വാ മോളെ. ഇതാ റൂം. ഇഷ്ടായോ? ആ മോള് റെസ്റ്റ് എടുത്തോ. ആൻറ്റി താഴെ തന്നെ ഉണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. പിന്നെ നാളെ രാവിലെ തൊട്ട് ഫുഡ് പുറത്ത് വെച്ചേക്കാം. എടുത്ത് കഴിക്കണേ. ശരി പോവാം. ശരി വാ. ഹലോ. പുതിയ റൂം എത്തിയോ? ആടി ഞാൻ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. എങ്ങനെയുണ്ട് അവിടെ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ആന്റി ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അവിടെ റെന്റ് എങ്ങനെയാ? വിത്ത് ഫുഡ് 6000. ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ തരും. ഞാനേ എത്തിയതേ ഉള്ളൂ. ഞാൻ തന്നെ വിളിക്കാട്ടോ. ശരി ബൈ. ഓക്കെ. മോൾ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ? ആൻറ്റി വിചാരിച്ചു മോളായിരിക്കും ആദ്യം കഴിച്ചിട്ടുണ്ടാവാന്ന്. മോളെന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കണേ? ഇനി ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ എന്തോ അസുഖം ഉണ്ടാവും അറിയോ? വർക്ക് ഉണ്ടായിരുന്നു ആന്റി, അതുകൊണ്ടാ. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കും. അപ്പോഴത്തേക്കും ഭക്ഷണം മുഴുവൻ കഴിച്ച് പാത്രം ഇവിടെ വെച്ചിട്ടുണ്ടാവണം കേട്ടോ. കഴിക്കണം കേട്ടോ. മോളെങ്ങോട്ടാ? സിനിമയ്ക്ക് ആന്റി. ആണോ? ഏത് സിനിമയ്ക്കാ? പുതിയ സിനിമ ആണോ? ഞാൻ മോഹൻലാൽ ഫാനാ. മോളാരുടെ ഫാനാ? അങ്ങനൊന്നുമില്ല. ശരി ആന്റി, നാളെ തൊട്ട് 2 കറികളെങ്കിലും തരുമോ? ഈ ഉള്ളി വഴറ്റിയത് മാത്രം കൂട്ടി കഴിക്കാൻ ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ. ആണോ? എന്നാ മോള് നാളെ തൊട്ടൊരു കാര്യം ചെയ്യും. പുറത്തുനിന്ന് വേറെ ഹോട്ടലിൽ നിന്ന് എങ്ങാനും ഫുഡ് കഴിച്ചോ? ആന്റിക്ക് അറിയില്ല മോളുടെ ടേസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കാൻ, അതുകൊണ്ടാ. മോള് പുറത്തുനിന്ന് കഴിച്ചോ, കുഴപ്പമില്ല കേട്ടോ. അതെ, എന്താ ഇവിടെ? ടീച്ചർ പണിയെടുക്കാൻ പറഞ്ഞു. അതിനത് ഞങ്ങൾ നിൽക്കുന്ന സ്പേസ് അല്ലേ? എത്ര മണി വരെ ഉണ്ടാവും? കുറേ നേരം ഉണ്ടാവും. എന്നുണ്ടാവും? എല്ലാ ദിവസവും. ആന്റി എനിക്കൊന്ന് സംസാരിക്കണം. ഇല്ല ആന്റി, എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിട്ടാ. ആന്റി അതെങ്ങനെയാ ശരിയാവാ? ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്പേസ് അല്ലേ? ആന്റിക്ക് എന്തൊന്നും മനസ്സിലാവാത്തേ? അതൊന്നും എനിക്കറിയണ്ട. ഞാൻ 2 ദിവസം സമയം തരും. പിന്നെ എന്റെ ജോലിക്കാരോടൊക്കെ മോൾ ആരായ എത്ര മണി വരെ പണിയുണ്ടെന്നൊക്കെ ചോദിക്കാൻ. മോൾക്ക് ഞാൻ ആകെ റൂം മാത്രമല്ല തന്നിട്ടുള്ളൂ. മോളിപ്പോ അധികാരം കാണിച്ചതല്ലേ. അങ്ങനെയുള്ളവരെ ഈ ആന്റിക്ക് ഇഷ്ടമല്ല. മോൾ എത്രയും പെട്ടെന്ന് മാറിക്കോട്ടെ. ആന്റി ഇങ്ങനെ പരസ്പര ബന്ധമൊന്നും ഇല്ലാതെ സംസാരിക്കല്ലേ ആന്റി? ഹലോ ഹലോ. നീ എന്തിനാ ആ പ്ലേറ്റ് ഭക്ഷണം കഴിച്ചേ? പൊട്ടിപ്പോയ ഭക്ഷണം കഴിക്കരുതായിരുന്നു. ഹലോ എടാ, ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ? ഞാൻ നിൽക്കുന്നിടത്തേക്ക്. ഇല്ല കുറച്ച് അത്യാവശ്യം. ഇപ്പൊ തന്നെ വരുമോ? ശരി ശരി ശരി. മോളെ, എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇടപെടാൻ നിൽക്കുന്നത്? ഇപ്പൊ നിന്നെ താഴ്ത്തിക്ക് ഇറങ്ങിയാവുന്നു. ഇനി അതൊക്കെ പോട്ടെ, നിനക്കില്ലാത്തൊരു കംപ്ലൈന്റ് ഉണ്ടോ? നിനക്ക് റൂമിന് പ്രശ്നം, ബാത്റൂമിന് പ്രശ്നം, ചുറ്റുപാടും മൊത്തം പ്രശ്നം. നിനക്കാണെങ്കിൽ എങ്ങനെയാ മോളെ ശരിയാവും? പറ്റില്ലെങ്കിൽ മോള് റൂം മാറിക്കോ. അങ്ങനല്ല ആന്റി. വെറുതെ എന്തിനാ നമ്മളെ ബുദ്ധിമുട്ടിക്കണം?
എന്ത് പറ്റി? അതൊന്നുമില്ല മോനെ, മോൾക്ക് ഈ റൂമും പിന്നെ ആൻറ്റി ഉണ്ടാക്കുന്ന ഫുഡും മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. അപ്പോൾ കുറച്ച് ദിവസമായി മോള് ഇവിടുന്ന് മാറണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു റൂം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേഗം അന്വേഷിച്ച് ഇന്ന് തന്നെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാറാൻ നോക്കും. അല്ലെങ്കിൽ മോൻ്റെ കൂടെ കൊണ്ടുപോയാലും മതി. എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കും. മോളിങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് ആൻറ്റിക്ക് കണ്ടുവെക്കാൻ കേട്ടോ. നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് പറ. ശരി. അല്ലേ എടുത്തോ, പോവാ. ആ വർഷേ, ഇത് സാൻഡ്ര, തൃശ്ശൂർക്കാരിയാ. നമ്മളിവിടെ പുതിയതായിട്ട് നിൽക്കാൻ വന്ന കുട്ടിയാ. ഇന്നലെ പെട്ടിയും ബാഗൊക്കെ വെച്ചു. ഇന്നോട്ട് സ്റ്റേ ഉണ്ടാവും. ശരി എന്നാ കേട്ടോ, ബൈ. നിനക്ക് മോഹൻലാലിനെയാണോ മമ്മൂട്ടിനെയാണോ ഇഷ്ടം? മോഹൻലാൽ. ഞാനും മോഹൻലാൽ ഷാന.